ഫ്ലൈറ്റിൽ വെച്ചിട്ട് മൊബൈലോ നിങ്ങളുടെ വിലപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ ദുബായ് എയർപോർട്ടിലാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും തരാം. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൊബൈൽ മിസ്സാന്നുള്ള കാര്യം മനസ്സിലായത്. ഉടനെ തൊട്ടടുത്തുള്ള സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു കൗണ്ടറിലേക്ക് പറഞ്ഞു വിട്ടു. ആ കൗണ്ടറിൽ ചെന്നപ്പോൾ അവർ വേറൊരു കൗണ്ടറിലേക്ക് പറഞ്ഞു വിട്ടു. അറിയാലോ, ദുബായ് എയർപോർട്ട് ഒത്തിരി വലുതാണ്. നമ്മൾ അവിടെ ഇവർ ഈ പറയുന്ന ഓരോ കൗണ്ടറുകളും തമ്മിൽ ഒത്തിരി ദൂരമുണ്ട്. പിന്നെ ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റിലേക്കാണെങ്കിൽ അധികം സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ടെൻഷനിൽ വരുന്നു. അപ്പോഴാണ് കുറച്ച് മലയാളി സ്റ്റാഫിനെ പരിചയപ്പെട്ടത്. അവർ നമ്മൾ കറക്റ്റായിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തന്നോട്ടെ. ഇത് കൗണ്ടറിലൊന്നുമല്ല കംപ്ലൈൻറ്റ് ഉണ്ട്. ദുബായ് എയർപോർട്ടിലാണെങ്കിൽ സി ഗേറ്റിൻ്റെ അടുത്തായിട്ട് ലോസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് ഉണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് കറക്റ്റായിട്ട് എന്താണ് മിസ്സായത്, അതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെ നമ്മൾ വന്ന ഫ്ലൈറ്റ് ഏതാ, സീറ്റ് നമ്പർ ഏതാ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവരത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 1 മണിക്കൂറും കൂടി ആ സമയം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റുമായിട്ട്. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ അത് കിട്ടിയെന്ന് വരില്ല. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ ഏതാണോ അവിടേക്ക് അവർ സെൻഡ് ചെയ്തേക്കാം. നമ്മൾ അവിടെ ചെന്നിട്ട് കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ പിന്നെയും അത് കുറച്ച് സമയം പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടണമെന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നമ്മുടെ ഗേറ്റിലേക്കാണെങ്കിൽ മെട്രോ ഒക്കെ എടുത്ത് പോകണമായിരുന്നു കേട്ടോ. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ജോലി ചെയ്തു. നമ്മൾ ഗേറ്റ് ഓപ്പൺ ആക്കി നമ്മൾ കയറുമ്പോഴേക്കും അവർ നമ്മുടെ കയ്യിൽ കാണാതായ മൊബൈൽ അവർ കൊണ്ടു തന്നു കേട്ടോ. അവരുടെ സ്റ്റാഫിന് പ്രത്യേകം താങ്ക്സ്. അപ്പം സന്തോഷമായിട്ടായാലും നമുക്കതൊരു ടെൻഷനായേനെ. ഇതാണ് കേട്ടോ നമ്മുടെ കാണാതായ മൊബൈൽ. എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതിലായതുകൊണ്ട് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ അവർ സംഭവം കയ്യിൽ എത്തിച്ചു തന്നു. അതുമാതിരി എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് ഒന്നും കൂടി ഉറപ്പായി. അപ്പോൾ ഇതാണ്. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.